അക്ഷരാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് നാണം കെടുന്ന കാഴ്ചയാണ് ലോകത്തിന് കാണേണ്ടി വരുന്നത്. ഇന്ത്യയുമായി ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അടി തെറ്റി താഴെ വീഴുകയാണ്. അതായത് ആപ്പിൾ ഐഫോൺ 17 എല്ലാ മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ തുടങ്ങി. ഈ ഐഫോണുകളെല്ലാം പിന്നീട് അമേരിക്കയിലേക്കാണ് അയക്കുന്നത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധം കാരണം കമ്പനികൾക്ക് നിരവധി പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഐഫോണുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കരുത്, അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കരുത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഐഫോൺ 17 നിർമ്മാണവും ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ആപ്പിളിനെ ഭീഷണിപ്പെടുത്തി അവർ അമേരിക്കയിൽ ഫോണുകൾ നിർമ്മിച്ചില്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തുമെന്ന്. എന്നിരുന്നാലും ഇതൊക്കെയാണെങ്കിലും ആപ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഡൊണാൾഡ് ട്രംപിനെ സമ്പൂർണ്ണമായി നാണം കെടുത്തിയിരിക്കുകയാണ്. ഐഫോൺ 17, ഐഫോൺ 17 പ്രോ, ഐഫോൺ 17 പ്രോ മാക്സ്, ഐഫോൺ 17 സീരീസിലെ പുതിയ മോഡൽ ഐഫോൺ 17 എയർ എന്നിവ ആപ്പിൾ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ മോഡലുകളെല്ലാം ഇന്ത്യയിൽ ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട്. ആപ്പിളും ചൈനയിൽ ഉൽപ്പാദനം നടത്തുന്നു. എന്നിരുന്നാലും ചൈനയെ മാത്രം ആശ്രയിക്കാൻ ആപ്പിൾ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവർ ഇപ്പോൾ മറ്റു വിപണികളെയും പരിഗണിക്കുന്നു. അതിനാൽ ഇന്ത്യയെ തിരഞ്ഞെടുത്തു. ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഇതാദ്യമാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം ആദ്യം ആപ്പിൾ അമേരിക്കയിലേക്ക് ആവശ്യമായ എല്ലാ മൊബൈലുകളും ചൈനയ്ക്ക് പകരം ഇന്ത്യയിൽ നിന്നാണ് അയച്ചത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം മൂലമാണ് ഈ തീരുമാനം എടുത്തത്. അതിനുശേഷം ആപ്പിൾ അതിൻ്റെ നിർമ്മാണ യൂണിറ്റും വർദ്ധിപ്പിച്ചു. നേരത്തെ 3 ഫാക്ടറികൾ ഉണ്ടായിരുന്നു, എന്നാൽ അടുത്തിടെ 2 കൂടി ആരംഭിച്ചു. അതിനാൽ ആപ്പിൾ ഇപ്പോൾ 5 ഫാക്ടറികളിലായി പുതിയ ഐഫോണുകൾ നിർമ്മിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആപ്പിൾ ഇപ്പോൾ പങ്കാളികളെ തേടുകയാണ്. ഫോക്സ്കോണിൻ്റെ ഫാക്ടറി ബാംഗ്ലൂരിലും ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫാക്ടറി തമിഴ്നാട്ടിലെ ഹൊസൂരിലുമാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഐഫോണും ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കും. ഇന്ത്യയുടെ ഐഫോൺ ആവശ്യകതയുടെ പകുതിയും ഈ ഫാക്ടറിയിൽ നിന്നാണ് ആപ്പിളിന് ലഭിക്കുക. അതിനാൽ ആപ്പിൾ അതിൻ്റെ വിതരണ ശൃംഖലയ്ക്കായി ഇന്ത്യൻ നിർമ്മാണ യൂണിറ്റുകളുമായിട്ടാണ് കൂടുതൽ പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നത് എന്ന റിപ്പോർട്ടും വരുന്നു. ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഐഫോണുകൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.